ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു യൂട്യൂബ് ചാനൽ. നമ്മൾ കാണിക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നമ്മൾ വീഡിയോ ഒക്കെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനോടെയും കൊടുക്കുക. എന്നാലും മാത്രമാണ് ഞാൻ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ കറി ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ പാൻ ചൂടാക്കാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലിടുക. ഇനി നമുക്ക് ഒരു തക്കാളിയും ഒരു മീഡിയം സൈസ് തക്കാളി ഒരു 5 പച്ചമുളകും നടു കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിൽ സവോളയോ ചുവന്നുള്ളിയോ അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയുള്ള ഒന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. കാരണം എൻ്റെ തക്കാളി അത്രയും അങ്ങോട്ട് പഴുത്തതല്ല. അപ്പോൾ പഴുത്താണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും, പഴുക്കാത്താണെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുകയാണ്. ആ വേവുന്ന നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം. അരപ്പിനായിട്ട് ഞാൻ അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയിൽ ചെറിയ ജാറിലേക്ക് പെട്ടെന്ന് അരിയുന്ന ജാർ ഏതാണെന്ന് വെച്ചാൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ അപ്പോൾ ഫുള്ളായിട്ട് ആ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണ്ടിച്ചാൽ അതിനനുസരിച്ച് തേങ്ങ എടുത്താൽ മതി. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് 1 സ്പൂൺ കടലയാണ്. കടല ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് കടല ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അതിൻ്റെ ആ കടല ടേസ്റ്റ് നമുക്ക് വേറെ എടുക്കും കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി, അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കടല ഇട്ട് കൊടുത്തത്. അതുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ അത് പെട്ടെന്ന് നല്ല നമുക്കൊരു മഷി പോലെ അരഞ്ഞ് കിട്ടണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക കേട്ടോ. കാഷ്നട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കാഷ്നട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു 4 കാഷ്നട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി. വെള്ളത്തിൽ കുതിർത്തിട്ട് കുറച്ച് നേരം കുതിർത്തിട്ട് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് പെട്ടെന്ന് അത് അരിഞ്ഞ് കിട്ടും. നമ്മളതവിടെ മാറ്റി വയ്ക്കുക. ഇനിയിപ്പോൾ നമ്മൾ വേവാൻ വെച്ച തക്കാളിയൊക്കെ അതാ ഇവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ളു മുളക് പൊടിയൊന്നും നമ്മൾ അധികം ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഞാൻ മീഡിയത്തിൽ തന്നെ ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ആ പൊടികളുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം കുറച്ച് കറിവേപ്പില പൊട്ടിച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് വേണ്ടത് നമ്മളിവിടെ അരച്ച് മാറ്റി വെച്ച അരപ്പില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ അധികം വെള്ളം ചേർക്കാതല്ല അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ അത് ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഉള്ളി വഴറ്റി നിൽക്കാനോ ഒന്നിനും നിൽക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്നൊരു തക്കാളിയും കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കറി ഇവിടെ റെഡി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കുമ്പോൾ വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. ഇപ്പോൾ ഞാൻ അതാ തേങ്ങ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്കത് ഒഴിച്ച് കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചിലർക്ക് കറി നല്ല വേണ്ടി വരും, ചിലർക്ക് അധികം കറി വേണ്ടി വരില്ല. അപ്പോൾ ഓരോരുത്തർ എങ്ങനെയാണ് നിങ്ങൾ കഴിക്കുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ഗ്രേവി ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം, കുറുക്കിടിക്കാൻ കൊടുക്കുക. പക്ഷേ ഒരുപാട് ലൂസ് അല്ല, നമുക്ക് കുറുകിയ ടൈപ്പ് തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. എപ്പോഴും ഒരുപാട് വെള്ളം പോലെ ആ കറിയുടെ ആ ടേസ്റ്റ് അങ്ങോട്ട് പോയി കിട്ടും. അപ്പോൾ കുറച്ച് കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി വേണ്ടത് നമ്മൾ ഉപ്പ് ഇതുവരെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയുടെ പൊടിയാണ്. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇതിന് നമ്മൾ അധികം മുളക് പൊടി ചേർത്തിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ ആദ്യം ചേർത്ത് പച്ചമുളകാണ്, അത് അധികം എരില്ലാത്താണ് എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് എരിവുള്ളതാണെങ്കിൽ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പച്ചമുളക് 2-3 ഇട്ട് കൊടുത്താൽ മതി. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ. എൻ്റേത് എരിവില്ലാത്തതുകൊണ്ടാണ് 5 ഞാൻ കീറി ഇട്ട് കൊടുത്തത്. ഇപ്പോൾ നമ്മുടെ തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ പോയി നമ്മളെ കറി ഇവിടെ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആ തിളച്ച് വന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച എഗ്ഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എഗ്ഗ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ നടു കയറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഗ്രേവി ഇതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേ എഗ്ഗൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങ അരച്ച് കറിയുമ്പോൾ നമ്മൾ ഒരുപാടിട്ടാണ് തിളപ്പിച്ചും എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊരു തിള വന്നാൽ മതി. ആ തേങ്ങയുടെ ഒക്കെ പച്ച ടേസ്റ്റൊക്കെ പോയൊന്ന് ചെറുതായിട്ടൊരു തിള വന്നാൽ മതി. ഇനി അതിലേക്ക് കറി വറുത്തിടുന്നുണ്ട്. തേങ്ങ അരച്ച കറിക്ക് ചുവന്നുള്ളിട്ട് വറുത്തിടുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. തേങ്ങ അരച്ച് ഏത് കറിക്ക് ഇതുപോലെ ചുവന്നുള്ളി തോന്നിച്ചിട്ടാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. കടുക് വറുക്കാനായിട്ട് ടേസ്റ്റാണ് ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ. ടേസ്റ്റ് ഇങ്ങനെ ചുവന്നുള്ളി വറുത്തിടുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം, അതാണ് ടേസ്റ്റും കൂടുതൽ. അപ്പോൾ ഞാൻ ചുവന്നുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഒരു പിടി മല്ലിച്ചപ്പാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് വഴറ്റിയതിന് ശേഷം ഒരു നുള്ള് കളറിന് ഒരു നുള്ള് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ റെഡിയാക്കി വെച്ച കറിയിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പം വറുത്തിട്ടാലാണ് അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചുവന്നുള്ളി വറുത്തിട്ടാൽ
നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യുക, പക്ഷേ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും ഇങ്ങനെ വറുത്തിട്ടാൽ. അപ്പോൾ നമ്മളിവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ളൊരു മുട്ടക്കറി, ഉള്ളിയൊന്നും വഴറ്റി സമയം കളയണ്ട, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ കൂടെ ഈ മുട്ടക്കറി നമുക്ക് കഴിക്കട്ടെ, അത്രയും ടേസ്റ്റാണ്. അതുപോലെ നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ മുട്ടക്കറി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അത്രയുള്ള നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.